ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരത്തിലല്ലേ അല്ലാഹ് സലാം വീട്ടിയിട്ട് ചോദിക്കാൻ എന്തേന്ന്. കൈയടിച്ചില്ല. എങ്കിലും നിന്റെ ദീൻ പഠിപ്പിക്കുന്ന എന്തെന്നറിയുവോ, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ സുന്നത്ത്. എന്റെ വീടിന്റെ അകത്ത് ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുക നിന്റെ വീടിന്റെ അകത്ത് ഫർളല്ല, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുക. 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. ആ 4ാമത്തെ റക്അത്തിന്റെ റുകൂയിലേക്ക് ഇങ്ങനെ പോയി, അല്ലെങ്കിൽ സുജൂദിലേക്ക് ഇങ്ങനെ പോയി. ആ സമയത്താണ് വീടിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് നിന്റെ ഉമ്മ വിളിച്ചു, മോനെ മോനെ സിറാജെ എന്ന് വിളിച്ചാൽ അള്ളാഹുടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൈ ഇങ്ങനെ അടിച്ച് താഴെ ഇട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ നമസ്കാരത്തിനല്ല അവിടെ ബല, നിന്റെ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അങ്ങ് അഴിക്കണം. അല്ലാതെ നിസ്കാരത്തിനല്ല അവിടെ. ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ, വാപ്പ വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അടിച്ചിട്ട് ചോദിക്കണം എന്തേ ഉമ്മച്ചി എന്ന് ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ഉമ്മ. ആ ഉമ്മാനെയാ നീയൊക്കെ കണ്ണിനീര് കുടിപ്പിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. വേറെ ആരെങ്കിലും വിളിച്ച കൈയടിക്കണോ? പറ സഹോദര, കൈയടിക്കണോ? പാടില്ല. നീ സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് കൈയടിക്കുക. ഒരാൾ ഫർള് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ച കൈയടിക്കണം. ആര് വിളിച്ച? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ വിളിച്ചു കഴിഞ്ഞാൽ ഫർള് നമസ്കാരത്തിലാണെങ്കിലും കൈയടിക്കണം. അപ്പൊ സുന്നത്ത് നമസ്കാരത്തിന്റെ ഇടയിൽ ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കണം? സലാം വിട്ടിട്ട് വലിയ ഈമാൻ കൂടിയിട്ടു. അങ്ങനല്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, നിസ്കാരത്തിലല്ലേ സലാം വീട്ടിയിട്ട് ചോദിക്കുക. ഉമ്മ മിണ്ടാതെ അങ്ങ് പോയി. നോക്കി നിന്നു. പാവം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷെ പിന്നീടും ഉമ്മ വന്നു. പിന്നീട് അന്ന് തന്നെ ആകണമെന്നില്ല, പിന്നീടും ഉമ്മ വന്നു, മോനെ ജുറൈജ്. അപ്പോഴും നമസ്കാരത്തിൽ തന്നെയാ. ഉമ്മ കാത്തു നിന്നു, പോയി തിരിച്ച്. 3ാമതും ഉമ്മ വന്നു. അപ്പോഴും ജുറൈജ് നമസ്കാരത്തില. ഭാര്യയുടെ മടിയിലായിരുന്നില്ല, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മ വന്ന് വിളിക്കുന്ന, മോനെ ജുറൈജ്. അവിടുന്ന് നമസ്കാരത്തിലായത് കാരണം ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാടെ മനസ്സ് വേദനിച്ചു. ആ മാതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാ ഇവരെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരില്, അല്ലെങ്കിൽ ഒരു വാസിയുടെ പേരില് നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് പറഞ്ഞ സ്വന്തം മക്കളെ ശപിക്കുന്ന ഉമ്മമാര്, മക്കളെ പ്രാപുന്ന ഓരോ ഉമ്മമാരും കേട്ടോ. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നാഥാ ഇവനെ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ചെറുപ്പക്കാര് കേട്ടോ, കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട്, മയക്കുമരും നടിച്ച് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഉമ്മാനോട് കയർക്കുന്ന, ഉമ്മാനെ തല്ലാൻ കൈവെക്കുന്ന കൂട്ടായിലെ ചെറുപ്പക്കാരാ. 12 വയസ്സോ 15 വയസ്സുള്ള 20 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള യുവത്വമേ, എന്റെ ചെറുപ്പക്കാരോ, ഉമ്മാനെ മോശമായ രീതിയിൽ ഉമ്മാനെ ചീത്ത വിളിക്കുന്നവര്, എടി പൊടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കള്, ഇതൊക്കെ നിനക്കൊക്കെ പാടപാടാ. ഇതൊക്കെ ഓരോ മക്കൾക്കും പാടമാ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും അറിഞ്ഞില്ല. നമസ്കാരമാണ്. ഇറങ്ങി നോക്കിയപ്പോ ഉമ്മ പോയി. പഠിച്ചവനെ, ജുറൈജ് ഇങ്ങനെ വല്ലാത്ത നിസ്കാരമാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും മഹാനായി കാണുകയാണ്, ജനങ്ങളെ മുഴുവനും ആദരിക്കുകയാണ്. പക്ഷേ ആ നാട്ടിലെ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയാ
സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവൾക്ക് ജുറൈജിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് വഴങ്ങുന്നില്ല. അവസാനം തന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജുറൈജിന്റെ മുന്നിലേക്ക് പെണ്ണ് കടന്നു ചെന്നിട്ട് ഉടുതുണിയങ്ങുരിയുകയാ. ജുറൈജിന്റെ മുന്നിൽ പോയി നിന്ന് കൊടുക്കുകയാണ്. പക്ഷേ ജുറൈജ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അവിടെ നനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണിന് വല്ലാത്ത വൈരാഗ്യം വന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുകയാ. പടച്ചറപ്പേ, ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. എല്ലാവരോടും പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്വം ജുറൈജാണ്. അവസാനം അവിടെ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞുമോനെ പ്രസവിച്ചു. ഈ പെണ്ണ് ചോര കുഞ്ഞുമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാഹുവേ, പലരും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം നാട്ടുകാർ മുഴുവനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ജുറൈജിന്റെ വീട് തല്ലി ഒടിച്ചു. അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചു. ജുറൈജിനെ എല്ലാവരും തല്ലാൻ തുടങ്ങി. അവസാനം അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഒന്നിക്കൊരു 5 മിനിറ്റ് തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ. അവസാനം അവിടെ നിന്ന് ഉളുവെടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. സുജൂദിൽ കിടന്നു കരയുന്നു, അല്ലാഹ്, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, എന്തേ കാരണമെന്നറിയില്ല അല്ലാ. ആ സമയത്താണ് ആ ശരീരി കേൾക്കുന്നു, ജുറൈജ്, നിന്റെ ഉമ്മാടെ ദുആയാ, നിന്റെ ഉമ്മാടെ ശാപമാ. സുജൂദിൽ കിടന്നു കരയുന്നു, അല്ലാഹ്, അറിഞ്ഞിരുന്നില്ല റബ്ബേ, അറിഞ്ഞിരുന്നില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പെണ്ണിന്റെ കൂടെ നിൽക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ കൊണ്ടുവരാറ്, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാറ്. ജുറൈജ് തങ്ങളുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ സമയത്ത് അല്ലാഹ് കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് ഈ വിരൽ കൊണ്ടങ്ങ് തൊടുകയാണ്. കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ പുനയ്യ, ഏ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ഞാനാണോടാ പൊന്നുമോനെ? അതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും ചോദിക്കുന്നു, ജുറൈജ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ജുറൈജ്? ഈ കുഞ്ഞ് സംസാരിക്കുമോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? ജുറൈജ് ചോദിക്കുകയാ, മോനെ, നിന്റെ വാപ്പയാരാ? ഞാനാണോടാ പൊന്നുമോനെ? ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ മുഴുവനും കേൾക്ക്. ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ. എന്നാ കുഞ്ഞുപോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഉമ്മയുടെ വിലയറിയാനാ. ഉമ്മയുടെയും വാപ്പയുടെയും മഹത്വം പഠിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഭാര്യമാര്, ഇന്നലെ കേറി വന്ന പെണ്ണിന് സ്വന്തം ഉമ്മയെക്കാൾ വില കൊടുക്കുന്ന ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യം ചെയ്താൽ നിന്റെ ഉമ്മയോട് പറയടേ, നിന്റെ വാപ്പയോട് പറയടേ, അവരുടെ ദുആ നീ വാങ്ങണേ. ഇനി മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ ചാരത്ത് പോകടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അതാ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വലിയ വസല്ലമാതങ്ങളെ പറയുമ്പോ, അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ഖബർ
വിശാലമാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പാവപ്പെട്ട യതീമായ പെൺമക്കൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒരു നല്ല സദക്ക നിങ്ങൾ എടുത്തോ. ഓസിന് കൊടുക്കണ്ട, വെറുതെ കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നോ. പടച്ചവനെ വഅദിനിങ്ങോട്ട് കടന്നു വരുമ്പോ പടച്ചവനെ ജുറൈജന്റെ ഒരു വീട്ടിലേക്ക്, സംഘാടക ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. പടച്ചവനെ ഒരു ചെറുപ്പക്കാർ അല്ലാഹുവേ അവസാനം ഇറങ്ങുമ്പോ ദുആ ചെയ്യാൻ എന്റെ കയ്യിലേക്ക് ഒരു സദക്ക വെച്ച് തരികയാ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചെറുപ്പക്കാരൻ അറിയുമല്ലോ. പടച്ചവനെ ആക്സിഡന്റ് പറ്റിയിട്ട് രണ്ടുപേരും കൂടെ സഞ്ചരിച്ചപ്പോ ആക്സിഡന്റ് പറ്റിയിട്ടല്ലാ. പടച്ചവനെ ഒരാൾ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാട്ടി യാത്രയായല്ലോ. പടച്ചവനെ രണ്ടാമത്തെ ചെറുപ്പക്കാർ ഒരു കൈയും കാലും പടച്ചവനെ നല്ലതുപോലെ അനക്കാൻ കഴിയാതെ, നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീടിന്റെ അകത്തിരിക്കുന്ന ചെറുപ്പക്കാരന് ഓർമ്മയുണ്ടോടാ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ടവര്, 3 ചെറിയ മക്കളാണ്. 10-11 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള 3 ചെറിയ മക്കള്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുടെ കണ്ണ് നിറയുകയാ. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി നിരന്നിരുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, നിനക്കും അങ്ങനെ ഒരു ഗതി വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് ലോകത്തിന്റെ നേതാവല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണോ, നിന്റെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങൾ മാറണോ, മാരക രോഗങ്ങൾ മാറണോ, പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറണോ, ഒരു സദഖ എടുത്തിട്ട് കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഒരു സദഖ കൊടുക്കുന്നോ അവനെ നീ കൈവിടല്ലേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. എന്നെ വിട്ടുപോയപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ. അല്ലാഹു, ആ ചെറുപ്പക്കാരന്റെ പേരെന്തായിരുന്നു യുറേജ്? യൂനുസ്. അല്ലാഹു ആ പൊന്നുമോൻ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാധു കരയ പാപം. അല്ലാഹുവേ, ആ കുടുംബത്തോട് 3 മക്കളാ അല്ലാ, പിഞ്ചു മക്കളാ അല്ലാ, നീ കരുണ കാണിക്കണേ തമ്പുരാനെ. മനസ്സറിഞ്ഞിട്ട് സദക്ക കൊടുക്ക് സഹോദര. അല്ലാഹു കൈവിടൂല. കാരണം ദുരന്തങ്ങൾ 2-3 ദിവസം മുമ്പല്ലേ പാലക്കാട് 3 മക്കൾ ഒരു കുടുംബത്തിലെ, ഒരു ഉമ്മാടെയും വാപ്പയുടെയും 3 മക്കളല്ലേ ഒറ്റ ദിവസം വീടിന്റെ മുമ്പിൽ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയത്. ഇതുപോലെയുള്ള അവസ്ഥകൾ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടലിലൊക്കെ പോകുന്നവരല്ലേ സഹോദരങ്ങളെ, ഈ കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നിന്റെ കഴിവിലാണോ പോകുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി കിടക്കുന്ന കണ്ടു. ഏറ്റവും അത്ഭുതകരമായൊരു, നിങ്ങൾ കുറച്ചു നാള് മുമ്പല്ലേ 2 ചെറുപ്പക്കാർ, ഈ നാട്ടുകാരായ 2 ചെറുപ്പക്കാർ കടലിൽ പോയിട്ട് ഒരാൾ മരണപ്പെട്ടു പോയി, ഒരാൾ രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൊക്കെ ദുആ ചെയ്ത് അല്ലാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. വല്ലാത്ത സന്തോഷം എനിക്ക് തോന്നി. രക്ഷപ്പെട്ടത് അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ലതുപോലെ നീന്താൻ അറിയുന്ന ചങ്ങാതിയാ മരണപ്പെട്ടു പോയത്. നല്ലതുപോലെ നീന്താൻ പോലും അറിയാത്തവൻ. ഞാൻ പത്രങ്ങളിലൊക്കെ ഇതിന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഉസ്താദെ, ഇവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദെ, കടലിൽ നിന്ന് 2 പേരും പിരിയുന്ന സമയത്ത് ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ മറ്റവനോട് പറഞ്ഞു അത്രേ, നീന്തിക്കോ, അല്ലാഹ് നിനക്ക് നമ്മളെ കൈവിടൂല, അല്ലാഹു നമ്മളെ കൈവിടൂല എന്ന് പറഞ്ഞു. ജീവിതമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപകടങ്ങളും ദുരന്തങ്ങളും നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുകയാ. സദക്ക ചെയ്യ്, രക്ഷപ്പെട്. ബക്കറ്റും കൊണ്ടുപോകുന്ന ചങ്ങാതിമാർക്ക് 2 പേർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാട്ടാ. ബക്കറ്റ് കൊണ്ടുപോകാൻ ചങ്ങായി വിളിച്ച ഓടുന്നു, ആ വെള്ള തുണിയിട്ട കാക്ക വിളിച്ച, അബൂക്ക ഇത്തിരി സ്പീഡ് കുറയ്ക്കുക, നിങ്ങൾക്ക് വീട് വെക്കാനല്ലല്ലോ, നിങ്ങൾക്ക് വീട് വെക്കാനല്ലല്ലോ, ഇത്തിരി സ്പീഡ് കുറച്ചു പോ. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുമാറാകട്ടെ. അപ്പൊ 5 കാര്യങ്ങൾ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? 1, ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണം.
2 കൂടിയാലോചന നടത്തണം. 3 അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ സദക്ക കൊടുക്കണം. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാൻ ഖുർആൻ ഓതണം. 5 വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കണം. 5ഉം ചെയ്തിട്ടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ സിറാജ് ഉസ്താദെ, ഈ പറഞ്ഞ 5 കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പം പെട്ടുകിടക്കുകയാ. ഈ സമയത്ത് വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞ 5 കാര്യവും ചെയ്തിട്ടില്ല, ഇപ്പം നിലയില്ലാത്ത വെള്ളത്തിൽ കിടക്ക. ഈ സമയത്ത് വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് നിങ്ങളുടെ മുഖത്തുള്ള ഭാവന. എനിക്ക് മനസ്സിലായി. പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എന്തായാലും മുങ്ങി, ഇനി രക്ഷപ്പെടണ്ടേ? എന്തായാലും പെട്ടുപോയി, ഇനി രക്ഷപ്പെടാനുള്ള വഴികളാണ് നോക്കേണ്ടത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തണമെങ്കിൽ 3 നല്ല കാര്യം ചെയ്താൽ മതി, രക്ഷപ്പെടാം. പൈസ ചെലവില്ലാത്ത 3 കാര്യങ്ങൾ. ഇത് ചെയ്താൽ അള്ളാഹു നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 10:30 അതാണ് വാച്ചി നോക്കണേ, ഇല്ലേ? 10:15. ചുമ്മാതല്ലേ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്ന എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുക. 10:20 സിറാജ്, നിർത്തുന്നില്ലേ? എന്ത് വേണോപ്പാ, നിർത്തണ? ഈ 3 കാര്യം കൂടെ കേൾക്കുവോ? ഓ വേണ്ട ഇല്ലേ? വേണ്ടേ? എന്ന് കൈ പൊക്കിക്കേ. അരക്കയ്യന്മാരുണ്ടോ അപ്പ? എന്ന് കൈ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇപ്പോഴത്തെ പ്രസംഗമൊക്കെ കണക്കാന്ന്. ഇന്നലെയും ഇങ്ങനെ മംഗലാപുരത്ത് വയലിൽ ജഫ്രി തങ്ങൾ ഇങ്ങനെ പറയണ്ടായി, പണ്ടത്തെ വയലെന്ന് പറഞ്ഞാൽ ചിരിച്ചു കൊണ്ടുവരുന്നവനും വയല് കെട്ട് കരഞ്ഞുകൊണ്ട് പോകും. ഇപ്പോഴത്തെ വയല് കരഞ്ഞുകൊണ്ട് വരുന്നവനും വയല് കെട്ട് കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ പിരിവാ നടക്കണേ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതങ്ങനെ ഞാനിങ്ങനെ അടുത്തൊരു കഥ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കഥ, ഒരു പ്രഭാഷണത്തിലും കേട്ടത്. ഒരു പള്ളിയിൽ അച്ഛൻ 30 വർഷം നാട്ടുകാർക്ക് മുഴുവനും പ്രഭാഷണം നടത്തി. ഒരു പള്ളിയിലെ വികാരി ആ നാട്ടുകാരെ മുഴുവനും 30 വർഷക്കാലം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ നാട്ടിൽ ഒരു കള്ളുകുടിയനായ ഓട്ടോ ഡ്രൈവറുണ്ട്. ഓനാണെങ്കിൽ ഭയങ്കര സ്പീഡ് പോവാ, കള്ളു കുടിച്ചിട്ടേ ഓട്ടോ ഓടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കള്ളുകുടിയനായ ഓട്ടോക്കാരനുമുണ്ട്. അങ്ങനെ ഇവർ 2 പേരും മരണപ്പെട്ട് ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ കള്ളുകുടിയന് നിൽക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു ഇത്ര കള്ളുകുടിയനോട്, നീ സ്വർഗത്തിൽ പൊക്കോളെ. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, അതെന്തേ ദൈവമേ, ഈ കള്ളുകുടിയന് സ്വർഗം കൊടുത്തു, ഞാനല്ലേ 30 കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും നിന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ദൈവം പറഞ്ഞു അത്രേ, നീ 30 വർഷക്കാലം നാട്ടുകാരോട് മുഴുവനും എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം കള്ളും കുടിച്ചിട്ട് 120 പോണേ. ചില വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ആയത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ ഓതും, ഇല്ലേ? ചില വണ്ടിക്കകത്ത് ബസ്സിനകത്തൊക്കെ കയറിയാൽ തന്നെ ആയത്തെക്കുറിച്ചാണ് ഓതണേ. അപ്പൊ ഈ 3 ടയറുള്ള ഓട്ടോ റോഡിൽ കൂടെ പോട കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്തെന്നറിയില്ല, ഇത്തിരി സ്പീഡ് കൂടുതലാണ് ചങ്ങായിമാർ. അപ്പൊ ഇവൻ പ്രത്യേകിച്ച് ഇത്തിരി കാനായും കൂടെ അടിക്കുന്നവനാ. അപ്പൊ ഇവന്റെ വണ്ടിക്കകത്ത് ആര് കയറിയാലും ഇറങ്ങുന്നത് വരെ വിളിക്കണത് അണ്ണാ പതുക്കെ പോന്ന് പറയല്ല, ദൈവമേ 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 കാക്കണേ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ വെട്ടിയെന്ന്. എൻ്റെ വയൽ അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ചെയ്താൽ ഇനിയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പറ. പോരാ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന 3 എണ്ണം എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, എല്ലാവരും കേട്ടോ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. റെഡിയല്ലേ? അതോ കേട്ട് കളയുവോ ചെയ്യുവോ? തെങ്ങും താരി ഇരിക്കല്ലേ? ഇപ്പൊ പറ ഇൻഷാ അല്ലാഹ് പറ. എന്താ ഈ തെങ്ങണ്ട, ഇത് തലേ വീഴാൻ നോക്ക്, എല്ലാം വളഞ്ഞു നിൽക്ക, വാരിയിലിരിക്കണ പോലെ. ഇതുപോലൊരു വളഞ്ഞ ഇല്ലിൽ നിന്നാണ് നിന്റെ ആമിനായ അള്ളാഹു സൃഷ്ടിച്ചത് കേട്ടാ. അത് ഓർമ്മയാണ് എപ്പോഴും. ഇതിങ്ങനെ തന്നെ നിൽക്കലാ നല്ലത്. ഇത് നോക്കിയാൽ ഒടിഞ്ഞു പോകത്തില്ലേ? ഈ കിട്ടിയിരിക്കണ തെങ്ങിനെ നേരെയാക്കാൻ നോക്കിയത് ഒടിഞ്ഞു പോകത്തില്ലേ? പോവില്ലേ? ഒടിഞ്ഞു പോകും. ഇതുപോലെ നിന്റെ ആമിന,
എൻ്റെ ആമിനായി അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വളഞ്ഞ എല്ലിൽ നിന്നാണ്. അതിനങ്ങനെ അങ്ങ് നിർത്തണതാണ് നല്ലത്. കൂടുതൽ വളയ്ക്കുകയും വേണ്ട, കുറച്ച് നോക്കും വേണ്ട കേട്ടാ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഇല്ല, ജുറൈജ് എന്താടാ? ജുറൈജ് ഇല്ലേ? ജുറൈജ് എന്ത്? ഓൻ പോയി. ഓനും പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നോന്ന് അറിയാനായിരുന്നു. കൊണ്ടുവന്നിട്ടില്ല. ജുറൈജ് നിങ്ങളുടെ കണ്ട ബന്ധമില്ലേ അപ്പ? ജുറൈജ് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാ? അവൻ ഫോണാന്ന് തോന്നാ, വിളിച്ചോണ്ട് വന്നില്ല. കെട്ടിയ പെണ്ണും പിള്ളേ അവിടെ നിർത്തിയിട്ട് നടക്കാം. നിന്റെ ഉമ്മായി വന്ന് കാണണമെന്നിരിക്കുക. മാഷാ അല്ലാഹ്. ഇന്ന് ഞാൻ അവിടെ ഒരു വീട്ടിൽ നിന്നപ്പോൾ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഓൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ വയല് പറയുമ്പോ എന്റെ പെണ്ണുപിള്ള വീട് എവിടാത്. ഞാൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്റെ ഭാര്യയുടെ വീട് ഈ നാട്ടിലാ, ഉസ്താദ് ഒന്ന് പറയണേന്ന്. അതന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുക. വാപ്പായും ഉമ്മായും കുടുംബക്കാരും സമ്മതിക്കില്ല നിക്കാഹ് കഴിഞ്ഞാലും വിളിച്ചോണ്ട് വരാൻ. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചങ്ങായിമാരെ? എത്രയും പെട്ടെന്ന് അൽഹംദുലില്ലാ വിവാഹം കഴിഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. നിക്കാഹ് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം കൊടുക്കേണ്ട നിങ്ങളത് കൊടുക്കണം. അതല്ലെങ്കിൽ ളുൽമായി പോകും. അല്ലെങ്കിൽ പറയും ഉസ്താദ് 2 കൊല്ലം കഴിയട്ടെ, 3 കൊല്ലം കഴിയട്ടെ. എന്ത് 3 കൊല്ലം? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി സുഖിച്ച് ജീവിച്ചു. മക്കളുടെ കാര്യം വന്നപ്പോൾ ഓടിക്കുക. ജുറൈജ് എന്ത് മരിയയ്ക്ക് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നാണ് കേട്ടോ. അവൻ തലയെ കൈവെക്ക. അവൻ്റെ ഉമ്മ വിചാരിക്കും ഇനി ഇവൻ പറഞ്ഞു പറയിപ്പിച്ചാണോ എന്ന്. അവൻ്റെ അങ്ങനൊന്നുമല്ല. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട്, കാരണം അവൻ്റെ നിക്കാഹിന് ഞാനും വന്നായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുപ്പക്കാരാ എന്നല്ല വിളിച്ചത്, മുത്തുനബി വിളിക്കുന്നു പൊന്നുമോനെ. സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. യാ ബുനയ്യ, ഏ പൊന്നുമോനെ. ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ പെണ്ണുങ്ങളും ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ പറയണം, അതാ ഫസല്ലിം യകൂനു ബർക്കതൻ അലൈക. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ വീട്ടുകാരോട് സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും, എടാ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം? വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തു പറയണം? സലാം പറയണം. അങ്ങനെ പറയണ ആരെങ്കിലും ഉണ്ടോ? എങ്ങനാ സലാം പറയുന്നത്? സലാം 3 രീതിയിൽ. ഇത് മദ്രസയിൽ കിട്ടുന്നതല്ല. സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ നീ പറയണേ? അതിലും നമ്മൾ പിശുക്കന്മാരാ, ബഖീല്. അസ്സലാമു അലൈക്കും എന്ന് പറയത്തുള്ളൂ, ബാക്കി പോലും പറയത്തില്ല. പിന്നെ എങ്ങനെയാടാ ചങ്ങാതി നിനക്ക് ബർക്കത്ത് ഉണ്ടാവുക? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ സലാം പരിപൂർണമായി പറഞ്ഞാൽ നിന്റെ വീട് രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ. സലാം എങ്ങനെ പറയണം ഒന്ന് പറഞ്ഞേ. പരിപൂർണമായിട്ട് പറയണം. ഇനി നിന്റെ വീടിൻ്റെ അകത്ത് ആരുമില്ല, നിന്റെ വീടിൻ്റെ അകത്ത് ആരുമില്ല. ആരുമില്ലാത്ത വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? ആരുമില്ലാത്ത വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? ഭാര്യയും മക്കളും എല്ലാവരും കൂടെ എവിടോ പുറത്തു പോയി വീട് പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ വീട്ടിൽ പോകുമ്പോ സലാം പറയണോ? കട രാവിലെ തുറക്കാൻ പോകുകയാ, കടയിൽ ആരുമില്ല, തുറക്കുന്ന സമയത്ത് സലാം പറയണോ? പറയണം. എങ്ങനെ? വീടിന്റെ അകത്ത് ആളുണ്ടോ ഇല്ലല്ല,
നിന്റെ വീടിൻ്റെ അകത്ത് ആരുമില്ല, കുടുംബസമേതം വീട്ടിൻ്റെ പുറത്തു വന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നു, കട തുറക്കാൻ പോകുന്നു, വാഹനത്തിലേക്ക് കയറുന്നു. ആ സമയത്ത് നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ ആളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആളില്ലേ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വണ്ടിക്കകത്ത് കയറുമ്പോ, കടയ്ക്കകത്ത് കയറുമ്പോ, വീടിൻ്റെ അകത്ത് കയറുമ്പോ നീ സലാം പറയണം. പറഞ്ഞാൽ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞു. വഅൻ നബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. എല്ലാവർക്കും മടി, അവൻ പറയട്ടെ, അവള് പറയട്ടെ, നമ്മൾ പറയാൻ മടിക്കാം. എങ്കിൽ ആദ്യം ആര് സലാം പറയുന്നോ അവൻ അള്ളാഹുവിലേക്ക് അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആദ്യം ആരാണോ സലാം പറയുന്നത് അവൻ അള്ളാഹ് ഇഷ്ടപ്പെട്ടവനാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ സലാം പറയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൊക്കാത്തവൻ പറയുന്നത് ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാന്ന്, നിന്റെ ഇഷ്ടം. ഈ കൈവക്കാൻ മടിക്കുന്നവൻ എന്തേ? എടാ, ഒരു സലാം പറഞ്ഞാൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും, ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. കൈകെട്ടിയിരിക്ക, ഞാൻ തെണ്ടി ജീവിച്ചോളാം, അല്ലാ എനിക്കെന്താ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവെ, ആരൊക്കെ കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതി കൊടുക്കല്ലേ അല്ലാ. പിരിവെടുത്തിട്ട കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ആ കുടുംബത്തിൽ നീ പട്ടിണി കൊടുക്കല്ലേ അല്ലാ. ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇന്നു മുതൽ സലാം പറയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കാലും പൊക്കും. ഉണ്ടാ, നേരത്തെ ഇങ്ങനെ വെച്ച് ഇപ്പം നല്ലത് ഇങ്ങനെ പൊക്കും. എന്തിനാ അബൂബക്കർ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കണേ? എന്തിനാ വന്നാര കാക്ക ഇത്രയും പറയിപ്പിക്കുന്നത്? അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ബർക്കത്തുണ്ടാകാനുള്ള രണ്ടാമത്തെ വഴി എന്താ? വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് പൊക്കിക്കേ. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന താത്തിട. ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, ഒരു പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നവരൊക്കെ ഒന്ന് കൈവക്കുക. ആ, തേങ്ങ വീഴാതെ നോക്കിക്കല്ലാണോ? നേരത്തെ പൊക്കി, ഇപ്പം പൊങ്ങണില്ല. ഡൈനിങ് ടേബിളിന്റെ ചുറ്റത്തിൽ തിന്നാൻ ഏത് പൊട്ടനും പറ്റും. പക്ഷെ എങ്ങനെ തിന്നണം? ഒരു പാത്രത്തിൽ. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് തിന്നണം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ കൂട്ടായിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതെന്നറിയുമോ? 2 നിലയുള്ള കൊട്ടാരമല്ലടാ ചെറുപ്പക്കാരാ, കോടീശ്വരന്റെ വീടല്ല, പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയോ വീടല്ല, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യന്റെ വീടല്ല, ഒരുപാട് ബോട്ടുകളുള്ളവന്റെ വീടല്ല. ഈ കൂട്ടായിലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമേതെന്നറിയുമോ? ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കുന്നത്, അവിടെയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ പെണ്ണും പുള്ള അടുക്കളയിൽ, ആമിന അടുക്കളയിൽ, മക്കള് ജീവിയുടെ ഫ്രണ്ടിൽ, നീ ഡൈനിങ് ടേബിളിൽ. ഇങ്ങനെ തിന്നണേ, പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാകാനാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25 കൊല്ലം ഭാര്യയും ഭർത്താവുമായി ചക്കരയും മുത്തും വാവയുമായി ജീവിച്ച ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടായി പിരിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചു, ഭർത്താവിൻ്റെ വാപ്പ എന്നെ കീറി പിടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ശത്രുക്കളായി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എടാ, നിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? സ്വന്തം കൂടപ്പിറപ്പ്. മരിച്ചാ പോലും കയറില്ല എൻ്റെ വീടിനകത്ത്. ആരാ പറയണേ? സ്വന്തം സഹോദരൻ. സ്വന്തം സഹോദരൻ ശത്രുവിനെ പോലെ, അയൽവാസികളെ ശത്രുവിളപ്പ് തമ്മിൽ തല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട്? അതിൻ്റെ കാരണം, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൻ്റെ അകത്ത് കഴിച്ചപ്പോൾ കൂടപ്പിറപ്പുകൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു, സ്നേഹങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി. എൻ്റെ പ്രിയപ്പെട്ട, എന്നിട്ട് ചെറുപ്പക്കാർ വന്നിട്ട് പറയാം, ഉസ്താദെ എൻ്റെ പെണ്ണുങ്ങൾ പറയുന്ന പരാതി, അയൽവാസിയായ സഹോദരൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഭർത്താവ് ഉസ്താദെ എന്ത് ചെയ്യാനാ? പിന്നെ പെണ്ണുങ്ങൾ പരാതി പറയാ, പടച്ചോനെ എന്നെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ വേർത്ത് കിട്ടിയ പോയി. എങ്ങനെ പോകാതിരിക്കും? നിന്നോട് നിന്റെ ഭർത്താവിന് അകൽച്ചയുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തേ? നീ എന്തേ കൂടെ ഇരുന്ന്? നിന്റെ ഉമ്മ എങ്ങനെയാ മോളെ തിന്നെ? ഭർത്താവിന്റെ ഭക്ഷണപാത്രത്തിന്റെ അകത്തിരുന്നിട്ടല്ലേ നിന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചത്? കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ ചേർന്ന് കിടന്നാൽ മാത്രം പോരാ, തിന്നുമ്പോഴും ആ ഒരു ബന്ധം നിനക്കുണ്ടാകണം. ആ ഒരു ബന്ധം നമ്മളിൽ ആരും നോക്കുന്നില്ലല്ലോ. ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു. എല്ലാം ചതിയുടെ കാലവാ. എടുത്തൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് കരയുക, ഉസ്താദെ കൊറോണ വന്നപ്പോൾ എവിടെ പോയാലും ഇപ്പൊ ഫോൺ നമ്പർ എഴുതി കൊടുക്കണം. കൊറോണ വന്നത് കാരണം എവിടെ പോയാലും ഇപ്പൊ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും തൗറാത്തും കൊണ്ട് നിൽക്കുക. വെള്ളിയാഴ്ച നാളെ ജുമയ്ക്ക് കാണാം. നാളെ ജുമയ്ക്ക് പോകുമ്പോ കാണാം, കിതാബും വെച്ചോണ്ട് നിൽക്കുക. സെക്രട്ടറി ഇങ്ങനെ ബുക്കും വെച്ചോണ്ട് നിൽപ്പുണ്ട്. എന്താ പേര്? സിറാജ്. ഫോൺ നമ്പർ. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പ്രസിഡന്റ് മറ്റേ സാധനം നെറ്റി വെച്ചിട്ട് നിൽക്കി നോക്കുക, പനിയുണ്ടോന്ന്. നല്ല ജോലിയായി ഇപ്പം. അല്ല, ആരാ? പൈസ കൊടുത്തിട്ട് കയറിയതല്ലേ, അനുഭവിക്കട്ടെ. പള്ളിയുടെ അധികാരം സെക്രട്ടറിയും പ്രസിഡന്റ് ആകാൻ വേണ്ടി കള്ള വോട്ട് പിടിച്ചിട്ടും വളഞ്ഞ വഴിയിലൂടെ കടന്നിട്ടല്ലേ ഇപ്പൊ രാഷ്ട്രീയം പോലെയല്ലേ പള്ളിയുടെ അധികാരമൊക്കെ. അങ്ങനെ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരുന്ന പ്രസിഡന്റിന്റെ ഇപ്പൊ ജോലി ഇപ്പൊ പനിയുണ്ടോ എന്ന് നോക്കല. ഗവൺമെന്റ് ആശുപത്രിയിലെ ജോലിയാ, നല്ല ജോലിയാ. ഇപ്പൊ അങ്ങനെ തന്നെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെയും കാണുമില്ലേ ഉസ്താദ പരിശോധന? നമ്മളൊക്കെ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച പള്ളി വരുന്നവരുടെ പേരെഴുതാൻ മലക്കുകളുണ്ടെന്ന്. ഇപ്പം മലക്കുകളല്ല, സെക്രട്ടറി പ്രസിഡന്റുവാ. നല്ല ജോലിയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാ നിങ്ങൾ കുഴിമന്തി കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോകും, ഒരു വലിയ പാത്രം കണ്ടിട്ടുണ്ടാ? അങ്ങനെ ഒരു പാത്രം വീട്ടിൽ വാങ്ങിച്ചു വെച്ചോ. അതുപോലെ വലിയ ഒരു പാത്രം നിന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് കുടുംബസമേതം അതിനകത്തിരുന്ന് തിന്നാൻ പറ്റുമെങ്കിൽ നീ തിന്നാ മതി, ഇല്ലെങ്കിൽ തിന്നണ്ട. നിന്റെ വീട്ടിൽ മൊത്തം ശാപമായി പോകും, നാശമായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും മക്കളും 23 നേരവും തിന്നണമെന്ന് ഞാൻ പറയണില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിച്ചൂടെ? നീയത്തിന്നവരൊക്കെ കൈവക്ക്. അപ്പൊ നാളെ ഇവിടുത്തെ ഹോൾസെയിൽ കടയിൽ കിട്ടും വലിയ പാത്രം, പോയി വാങ്ങിച്ചോ ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും കടയിൽ തിരൂരോ പൊന്നാനിയിലോ, എന്താടാ അഫ്സലെ, പൊന്നാനിയിലൊക്കെ കിട്ടത്തില്ല അങ്ങനത്തെ പാത്രമൊക്കെ ഇല്ലേ? അപ്പൊ ഏതെങ്കിലും കടകളിലൊക്കെ പോയിട്ട് വലിയ പാത്രം വാങ്ങിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരുമിച്ചിരുന്ന് കഴിക്ക്. ഇപ്പൊ പാത്രം ഊപ്പാട് വരത്തില്ല, ഒരൊറ്റ പാത്രം മതി. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ രാവിലെ പറയണം, പൊക്കോ. രാവിലെ സുബൈക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് പറയണം, ഇസ്ലാം വലിക്ക് പോയി പാത്രം പിടിച്ചോണ്ട് വാ. പറഞ്ഞോട് ഇൻഷാ അല്ലാഹ് പോയി നല്ലൊരു പാത്രം പിടിച്ചിട്ട് വരട്ടെ, വലുത്. ഒരുമിച്ചിരുന്ന് കഴിക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൂന്ന് പറയട്ടെ. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബർക്കത്ത് വേണോ? ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീഴുന്ന ഭക്ഷണമുണ്ടല്ലോ, ശ്രദ്ധിച്ചു കേൾക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചോറൊക്കെ താഴെ വീഴുമല്ലോ. ആ താഴെ വീണതാണ് നീ എടുത്ത് കഴിക്കേണ്ടത്. ആ താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, അത് ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് വാരി കഴിക്കടാ. അല്ലാഹു അതിൽ ബർക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മൾ അങ്ങനല്ല. താഴെ വീണ ഭക്ഷണം തിരിഞ്ഞു പോലും നോക്കാറില്ല. താഴെ വീണ
ഭക്ഷണം തിരിഞ്ഞു നോക്കാറില്ല. അത് വേസ്റ്റാണല്ലോ, വേസ്റ്റാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിക്കുകയാണ്. അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ, അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാതെ വാടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ്. ആയിഷ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയുവോ? എന്തേ നിന്റെ വീട് നശിച്ചു പോയത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം വന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു നിന്നെ തകർത്ത് കളഞ്ഞത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? ആ താഴെ വീണ ഭക്ഷണത്തെ നിന്ദിച്ചത് കൊണ്ടാ. എടാ കോടീശ്വരനായ നീ ഇന്ന് ലക്ഷങ്ങളുടെ കടക്കാരനാകാനുള്ള കാരണം എന്തെന്നറിയുവോ? അല്ലാഹു ചെയ്ത നിഅമത്തിനെ നിന്ദിച്ചത് കൊണ്ടാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവങ്ങൾ ഈ ഭൂമിയിലുണ്ടടാ. അപ്പൊ താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തല്ലേ? ഭക്ഷണം അല്ല തന്നതല്ലേ? ഭക്ഷണം അല്ല തന്നതല്ലേ? അല്ല തന്നതിനെ നിന്ദിക്കാൻ പാടുണ്ടോ? അല്ല തന്നതിനെ നീ നിന്ദിച്ചപ്പോ ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. നിന്ദിച്ചാൽ അല്ല വെറുതെ വിടില്ല. അല്ല തന്നതിനെ നിന്ദിച്ചാൽ നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ നാശത്തിന്റെ കാരണമാ താഴെ വീണ ഭക്ഷണത്തെ നിന്ദിച്ചത് കൊണ്ടാ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല, ആ കഴിക്കുന്ന ഇതിന്റെ ഇടയിൽ താഴെ വീണ ഭക്ഷണം അത് നീ കഴിക്കണേ. അല്ലാഹു അതില് ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നിന്ദിച്ചാൽ നിന്റെ വീടിന്റെ അകത്ത് നാശമാ. ഇനിയെങ്കിലും പഠിച്ചോ പെങ്ങള്. ഒറ്റയ്ക്കല്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ ഒരാള് ബാക്കി വെച്ചാലും മറ്റൊരാള് കഴിക്കുമല്ലോ. ഭക്ഷണം താഴെ വീണാ പറയണം എടുക്കടാ. വാപ്പ പറയണം എടുക്കടോ. പറയണം താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിന്റെ അകത്ത് തിരിച്ചിട്ടിട്ട് വാരി കഴിക്കാൻ പറ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഭക്ഷണത്തെ നിന്ദിക്കരുത്, ഭക്ഷണത്തിനെ നിന്ദിക്കരുത്. ഭക്ഷണത്തെ നിന്ദിക്കലെന്ന് പറഞ്ഞാൽ എന്താ? താഴെ വീണ ഭക്ഷണത്തിലാണ് ബർക്കത്ത്. അതെടുത്ത് കഴിക്ക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തെ നിന്ദിക്കലെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വഭാവമുണ്ട്. ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല. നേരത്തെ വിളമ്പി ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്, നീ ചെല്ലുമ്പോ തിന്നാൻ. എൻ്റെ താത്താമാരോട് പറയുന്നു, ഒരിക്കലും നീ വിളമ്പി വെക്കരുത്. ഒരിക്കലും നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത്. നിന്റെ ഭർത്താവ് ഡൈനിങ് ടേബിളിൽ വന്ന് കാത്തിരിക്കണം. ഭക്ഷണത്തെ നേരത്തെ അവിടെ വിളമ്പി വെച്ചാൽ അത് ഭക്ഷണത്തിന് നിന്ദിക്കല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞപ്പോൾ ഭർത്താക്കന്മാർക്ക് കൊള്ളും. കാരണം ഞാൻ ചെന്ന ഒരു മിനിറ്റ് പോലും നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, ചൂടുവെള്ളത്തിൽ വീണതുപോലെ. ഇപ്പൊ കിട്ടണം. ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭർത്താവ് തല്ലിയാലും കുഴപ്പമില്ല, വിളമ്പി വെക്കരുത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയും, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോൾ ബൈക്ക് ഷാട്ടാക്കുന്നുണ്ട്, വിളമ്പി വെച്ചേരെ. വേണ്ട. ഭർത്താവ് വന്നിരുന്നതിന് നീയാടാ കാത്തിരിക്കേണ്ടത്, അല്ലാതെ ഭക്ഷണമല്ല. ഭക്ഷണം അള്ള നിനക്ക് ചെയ്ത നിഅമത്ത് നിന്നെ കാത്തിരിക്കരുത്. നീ വീട്ടിൽ പോയി ഇരുന്നതിന് ശേഷം നിന്റെ മുന്നിൽ വരണം. അതിനാ ബർക്കത്ത്, അതിലാണ് ബർക്കത്ത്. ഒരിക്കലും എൻ്റെ സഹോദരിമാരോട് പറയുന്നു, ഇനി ഉസ്താദന്മാരാണെങ്കിലും ഉസ്താദന്മാർ വരുന്നെന്ന് കേൾക്കുമ്പോൾ നേരത്തെ വിളമ്പി അങ്ങ് വെക്കും. കാരണം ഉസ്താദന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിളമ്പല് വേണ്ട, ഇന്നത്തോടെ നിർത്തിക്കോ. ഉസ്താദ് വരും, തിന്നും പോകും, നിനക്ക് ബർക്കത്ത് വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താക്കന്മാരോട് പറയുന്നു,
നീ ഭക്ഷണത്തെ കാത്തിരിക്കണം. ഭക്ഷണം നിന്നെ കാത്തിരുന്നാൽ, അത് നിന്നിച്ചാൽ അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ.